ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന വീഡിയോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് രണ്ടുപേര് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അതേക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ചോദിച്ചിരിക്കുക പറഞ്ഞാൽ നമ്മൾ എന്താ ചോദിച്ചിട്ടുണ്ടായിരുന്നത് പറഞ്ഞാൽ നമ്മൾ വിളക്ക് എവിടേക്കാണ് വെക്കുന്നത്, അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക, ഫ്രണ്ടിൽ ആദ്യം നമ്മുടെ ആരതിയെല്ലാം എടുത്തതിന് ശേഷമാണോ ബാക്കിയുള്ളവർ ചെയ്യണത്, അങ്ങനെയുള്ള കുറച്ച് സംശയങ്ങളാണ് കേട്ടോ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ എങ്ങനെയാണോ ചെയ്യുന്നത് അതാണ് കാണിക്കുന്നത് കേട്ടോ. ഇതിലിപ്പോൾ ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് വിളക്ക് വെക്കലും അതുപോലെ തന്നെ കർപ്പൂര ആരതിയൊക്കെ എടുക്കൽ ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നതാണ് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ രാവിലെ എണീറ്റ് നമ്മുടെ ഫ്രണ്ടൊക്കെ അടിച്ച് തുടച്ച് അതുപോലെ മിറ്റോല അടിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കഴുകി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മുടെ പൂജാ റൂമൊക്കെ നമ്മൾ അടിച്ച് തുടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വിളക്കൊക്കെ നമ്മൾ നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നെയ്വിളക്കാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ചകളിൽ നെയ്വിളക്ക് വെക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഞാൻ നെയ്യൊക്കെ ഒഴിച്ച് നമ്മുടെ വിളക്കിൽ തിരിയെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് 5 തിരിയിട്ട വിളക്കാണ് വെക്കുന്നത്, അതായത് ഭദ്രദീപം കേട്ടോ. അപ്പോൾ നമുക്ക് 2 തിരിയിട്ട് വെക്കാം, കിഴക്കോട്ടും പടിഞ്ഞാട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ 5 തിരിയിട്ട് വെക്കാം. ഇനിയിപ്പോൾ രാവിലെ മാത്രം ചെയ്യുമ്പോൾ ചിലവർ കിഴക്കോട്ട് മാത്രം നോക്കിയിട്ട് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ 5 തിരിയിട്ട് വിളക്ക് വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നെയ്യൊഴിച്ച് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. എല്ലാ ദിവസവും നമുക്ക് നെയ്യൊഴിച്ച് വെക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ വെള്ളിയാഴ്ച ദിവസമെങ്കിലും നെയ്യൊഴിച്ച് വെക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഫോട്ടോസിനൊക്കെ പൂവെല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾക്ക് വീട്ടിലുള്ള പൂക്കളും വെച്ച് കൊടുക്കുക, വാങ്ങിയിട്ടും പൂക്കളൊക്കെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ജമന്തിയും റെഡുമാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതെല്ലാം റെഡിയാക്കിയതിന് ശേഷം നമ്മൾ ഫ്രണ്ട് ഡോറിൻ്റെ അവിടെ നമ്മൾ 2 സൈഡും വിളക്കെല്ലാം ഒന്ന് വെച്ച് അതിലും പൂവെല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വിളക്ക് വെക്കുമ്പോൾ തന്നെ വിളക്കിൻ്റെ താഴെ പൂക്കൾ കൂടെ വെക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾക്ക് എന്ത് പൂവാണോ കിട്ടുന്നത് അത് വെച്ച് തന്നെ നമുക്ക് വിളക്ക് കൊളുത്താം കേട്ടോ. അതുമാത്രമല്ല, ഇനിയിപ്പോൾ പൂക്കളൊന്നുമില്ല, തുളസിയാണെങ്കിൽ തുളസി വെച്ചിട്ട് നമുക്ക് വിളക്ക് കൊളുത്താവുന്നതാണ് കേട്ടോ. തുളസി വെക്കുന്നത് വളരെ പൂക്കൾ വെക്കുന്നതിനെക്കാട്ടിലും വളരെ നല്ലതാണ് കേട്ടോ തുളസികൾ വെക്കുന്നത്. അപ്പോൾ രാവിലെ നേരത്തെ നമ്മൾ തുളസി പറിക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ വാങ്ങിയ പൂക്കൾ തന്നെയാണ് വെച്ച് കൊടുത്തിട്ട് വിളക്ക് വെക്കുന്നത് കേട്ടോ. അതുപോലെ നമ്മുടെ ഉമ്മറപ്പടിയിൽ ഇതുപോലെ 2 സൈഡും ഓരോ പൂ വെച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ഉമ്മറപ്പടിയിലെ അതായത് ഫ്രണ്ടിലെ കട്ടില, അതാണ് കേട്ടോ ഉമ്മറപ്പടിയിൽ നിന്ന് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ കട്ടിലയെക്കുറിച്ചുള്ള പ്രാധാന്യം, അതിൻ്റെ വിശേഷങ്ങളും അങ്ങനെയുള്ളൊരു തനി വീഡിയോ തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വിളക്കെല്ലാം റെഡിയാക്കി എണ്ണയെല്ലാം ഒഴിച്ച് തിരിയെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ആദ്യം നമ്മൾ ഫ്രണ്ടിൽ നിന്നാണ് കേട്ടോ വിളക്ക് കൊളുത്തി കൊണ്ടുപോകുന്നത്. ആദ്യം ഫ്രണ്ടിൽ ഇതുപോലെ വിളക്ക് കൊളുത്തിയതിന് ശേഷം പിന്നെ നമ്മുടെ കട്ടിലപ്പടിക്കൊക്കെ നമ്മൾ വിളക്ക് കൊണ്ട് ഒന്ന് ദീപം അങ്ങനെ ആരതി എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഉള്ളിലൊക്കെ പോയിട്ട് വിളക്ക് കൊളുത്തുകയാണ് ചെയ്യാറുള്ളത്. ഇവിടെയെല്ലാം കൊളുത്തിയതിന് ശേഷം പിന്നെ ഞാൻ ദൈവ റൂമിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ 5 തിരിയിട്ട വിളക്ക് ഒന്ന് കത്തിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ മറ്റുള്ള വിളക്കുകൾ കൂടെ കത്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ദൈവ റൂമിൽ ആയാലും വിളക്ക് കൊളുത്തുന്ന സമയത്ത് ഒരു വിളക്കായിട്ട് കൊളുത്തരുത് കേട്ടോ. മിനിമം 2 വിളക്കെങ്കിലും കൊളുത്തണം. 2 വിളക്കിൽ കൂടുതൽ നമുക്ക് എത്ര വിളക്ക് വേണമെങ്കിലും കൊളുത്താം, ഒറ്റ വിളക്കായിട്ട് കൊളുത്തരുത്. അപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ 5 തിരിയിട്ട വിളക്കൊക്കെ ഒന്ന് കൊളുത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മുടെ ലക്ഷ്മി വിളക്കൊക്കെ ഒന്ന് കൊളുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ലക്ഷ്മി വിളക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ വേറെ 2 വിളക്ക് കൂടെ നമ്മൾ വെച്ചിട്ടുണ്ട് നമ്മുടെ ദൈവ റൂമിൽ. പിന്നെ നമ്മൾ വിളക്ക് കത്തിക്കുന്ന സമയത്ത് ഒന്ന് ഇതുപോലെ കിഴക്കോട്ടും പടിഞ്ഞാട്ടുമായിട്ട് നമ്മളൊരു നിലവിളക്ക് കത്തിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതോടൊപ്പം തന്നെ വടക്കോട്ട് നോക്കിയിട്ട് ഒരു വിളക്ക് കൂടെ കത്തിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വടക്ക് നോക്കിയിട്ട് ഒരു വിളക്ക്, അതുപോലെ കിഴക്ക് പടിഞ്ഞാറായിട്ട് ഒരു വിളക്ക് കേട്ടോ. അപ്പോൾ അങ്ങനെ കത്തിക്കുന്നത് വളരെ നല്ലതാണ്. അതിൽ കൂടുതൽ വിളക്ക് കത്തിച്ചാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഒരു വിളക്ക് നമ്മൾ വടക്കോട്ട് നോക്കി കത്തിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ വടക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ലക്ഷ്മി ദേവിയുടെയും
കുബേര ഭഗവാന്റെയും ദിക്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങടേക്ക് നോക്കിയിട്ട് നമ്മൾ വിളക്കൊന്ന് കൊളുത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല കേട്ടോ. എനിക്ക് അറിയുന്നതും ഞാൻ ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ നമ്മൾ അവിടെ നമ്മുടെ ദൈവ റൂമിൽ വിളക്കെല്ലാം വെച്ച് അവിടെയൊക്കെ ദീപം കൊണ്ട് ആരതിയെല്ലാം എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അടുക്കളയിൽ ഒരു വിളക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുക്കളയിൽ നമ്മുടെ അഗ്നിദേവനും അതുപോലെ ലക്ഷ്മി വാസമൊക്കെ ഉള്ള സ്ഥലം തന്നെയാണ് നമ്മുടെ അടുക്കള. അപ്പോൾ അടുക്കളയിൽ ഒരു വിളക്ക് കൊളുത്തുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ലക്ഷ്മി വിളക്ക് കൊളുത്താനായില്ല, ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ വിളക്കില്ല, അങ്ങനെയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. സാധാരണ നമ്മുടെ മൺചിരാത് വെച്ചിട്ട് അതിൽ തന്നെ നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് വിളക്ക് കൊളുത്താവുന്നതാണ് കേട്ടോ. ഒന്നുമില്ല കിഴക്കോട്ട് നോക്കി കൊളുത്താം, ഇല്ലെങ്കിൽ പടിഞ്ഞാട്ട് നോക്കി, ഇല്ലെങ്കിൽ വടക്കോട്ട് നോക്കിയിട്ട് 3 ദിക്കിലേക്ക് എവിടെ നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് വിളക്ക് കൊളുത്താം കേട്ടോ. അപ്പോൾ നമ്മുടെ സൗകര്യം ഇങ്ങനെ ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ വെച്ച് കൊളുത്തിയിരിക്കുന്നത്. പിന്നെ അതിന് ശേഷം അവിടെയെല്ലാം വിളക്കെല്ലാം കാണിച്ചതിന് ശേഷം പിന്നെ ഞാൻ നമ്മുടെ കർപ്പൂരമല്ല നമ്മുടെ സാമ്പ്രാണി ചന്ദനത്തിരിയൊക്കെ ഒന്ന് കത്തിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുകൊണ്ട് ഇതുപോലെ ആരതിയെല്ലാം ഒന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ കാണിക്കുന്ന സാമ്പ്രാണി നമ്മൾ ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ വെക്കുന്നത്. ഒന്നുമില്ല നമ്മൾ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയൊക്കെ നമ്മുടെ സാമ്പ്രാണി കത്തിച്ചിട്ട് ഇതുപോലെ ഫ്രണ്ടിലാണ് വെക്കുന്നത്. അല്ലാത്ത ദിവസങ്ങൾ നമ്മൾ ഉള്ളിൽ വെക്കാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആ സാമ്പ്രാണി അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മുടെ കയ്യിലുണ്ടാകുന്നിട്ടുള്ള ചന്ദനത്തിരി നമ്മൾ ഉള്ളിൽ കൊണ്ടുവന്ന് കാണിച്ച് അവിടെ 2 ചന്ദനത്തിരി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു സാമ്പ്രാണി കൂടെ നമ്മൾ കത്തിച്ച് കൊണ്ടുവന്നിട്ട് അത് നമ്മൾ ഇവിടെ നമ്മുടെ ദൈവ റൂമിൽ ആരതി കാണിച്ചിട്ട് അവിടെയാണ് കേട്ടോ വെക്കാറുള്ളത്. അപ്പോൾ ഒരു ചന്ദനത്തിരി നമ്മൾ നമ്മുടെ അടുക്കളയിലും കൂടെ കൊളുത്തി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണ രീതിക്ക് വിളക്ക് വെക്കാറുള്ളത്. അപ്പോൾ ഞാൻ കണ്ടത് സാമ്പ്രാണി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കത്തിച്ചുകൊണ്ട് വന്നിട്ട് നമ്മുടെ ദൈവ റൂമിലാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ആദ്യം കത്തിച്ചത് നമ്മുടെ കട്ടിലപ്പടിയിൽ കാണിച്ചതിന് ശേഷം അവിടെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത് ഒരു സാമ്പ്രാണി എടുത്തതിന് ശേഷമാണ് നമ്മൾ ദൈവ റൂമിൽ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെയാണ് നമ്മൾ ദൈവത്തിനുള്ള പ്രസാദം വെക്കുന്നത് കേട്ടോ. നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളമെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ദൈവത്തിനെ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കുന്ന സമയത്ത് ദൈവത്തിനല്ല, ആര് നമ്മുടെ വീട്ടിൽ വന്നാലും നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുക്കണം എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളം നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതുകൂടെ വെച്ചിട്ട് തൊഴുതി പ്രാർത്ഥിച്ച് പിന്നെ നാമം ജപിക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ചെയ്യാം കേട്ടോ. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ കർപ്പൂരം കൊണ്ട് ആരതി എടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ കർപ്പൂര ആരതി നമ്മുടെ ദൈവ റൂമിൽ നിന്ന് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. നമുക്ക് ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് തൃപ്തിയല്ല, നമ്മുടെ ഉമ്മറപ്പടിയിൽ നിന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് ചെയ്തിട്ട് കാണിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് ശേഷം പിന്നെ നമ്മുടെ കർപ്പൂരം കൊണ്ട് ആരതിയൊക്കെ എടുത്ത് റെഡിയാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ വിളക്ക് വെക്കുന്ന രീതിയും. അതുപോലെ നമ്മൾ അടുക്കളയിലും ഫ്രണ്ടിലും ദൈവ റൂമിലാണ് കേട്ടോ വിളക്ക് വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏകദേശ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ രാവിലെ എണീച്ച് വിളക്ക് വെക്കുന്നതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കാനും അതുപോലെ നമ്മുടെ മനസ്സും ശരീരവും നല്ല പോസിറ്റീവായി ഇരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. രാവിലെ എണീറ്റ ശേഷം നമ്മൾ ഈ വിളക്ക് വെക്കൽ, പ്രാർത്ഥന അതെല്ലാം ചെയ്യുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മനുഷ്യർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് അല്ലേ. അത് ദൈവത്തിൻ്റെ സഹായത്തോടുകൂടി ഒരു തടസ്സമില്ലാണ്ട് നല്ല രീതിക്ക് ചെയ്തെടുക്കാനും അതുപോലെ തന്നെ ഒരു ദിവസം തുടങ്ങുമ്പോഴും അത് അവസാനിക്കുന്നതിനുള്ളിൽ എല്ലാം നല്ലപടിയായി നടക്കാനും വേണ്ടിയിട്ട് കൂടിയാണ് കേട്ടോ നമ്മൾ ദിവസവും ഈ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നല്ലതാണെന്ന് പറയുന്നത് ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും അതിൻ്റേതായ വിശ്വാസപ്രകാരം പ്രാർത്ഥന ചെയ്യുമ്പോൾ ആ ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് എന്തായാലും ഉണ്ടാകും കേട്ടോ. പണ്ടുള്ളവർ പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ, കണ്ണിൽ തട്ടുന്നത് പെരുകത്ത് തട്ടിയിട്ട് പോയി എന്ന്. അപ്പോൾ ഇന്ന മാതിരി നമുക്ക് എന്ത് തടസ്സങ്ങൾ വന്നാലും അതെല്ലാം മാറ്റി നല്ല രീതിക്ക് കൊണ്ടുപോകാൻ നമ്മളെ ദൈവം അനുഗ്രഹിച്ച് നമ്മുടെ കൂടെ ഉണ്ടാകാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ രാവിലെ ഈ പ്രാർത്ഥന കാര്യങ്ങളെല്ലാം നടക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ നമ്മുടെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് നമ്മൾ ദീപാരാധന അങ്ങനെയെല്ലാം എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ പൂക്കൾ നമ്മുടെ കൃഷ്ണ ഭഗവാനും അതുപോലെ ഇവിടെയുള്ള ദൈവങ്ങൾക്കൊക്കെ ഒന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഡെയിലി ജീവിതത്തിൽ ഇതിങ്ങനെ ചെയ്തു പോവുകയാണെങ്കിൽ ഒരുപാട് തടസ്സങ്ങളൊന്നും ഇല്ലാണ്ട് എല്ലാ ദിവസവും നല്ല
നല്ല പോസിറ്റീവായ നടക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ദൈവം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും എല്ലാം ചെയ്യും കേട്ടോ. പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ നമ്മുടെ ഉമ്മറത്തെ പൂക്കളൊക്കെ ഒന്ന് മാറ്റി ഫ്രഷായിട്ട് പൂക്കളൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വെക്കുന്നത് നമ്മുടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്, നല്ല പോസിറ്റീവായി ഇരിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ ഹാള് നല്ല സുഗന്ധത്തോടു കൂടി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനെയെല്ലാം പൂക്കളൊക്കെ വെച്ച് കൊടുക്കുന്നത്. പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ വിളക്ക് വെക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ കോലമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പൂ വെക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൂടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ എണീച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല ചിട്ടയായി ചെയ്യണമെങ്കിൽ തന്നെ അന്നത്തെ ദിവസം നല്ല സന്തോഷമായിട്ടിരിക്കാൻ നമുക്ക് പറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.